എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ? സാറ് ആരെ കുറിച്ചാണ്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും JR ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്നത് പോലെ ഒരു ബർത്ത്ഡേ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. എന്നിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്തതായി ഇതിലേക്ക് മമ്മൂക്കയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആഡ് ചെയ്യണം. അതിനായി ഫോൾഡറിൽ പോവുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇനി ഈ ഇമേജ് നമുക്കൊന്ന് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിനായി ഇമേജ് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ സൂം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈക്വൽ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ ഇമേജ് സൂം ചെയ്ത് കറക്റ്റായി വെക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടങ്ങിയ വീഡിയോ മാത്രമാണ്. അത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഓഡിയോ മാത്രമായിട്ട് എടുക്കണം. അതിനായിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോൾഡറിൽ പോയി ആ ഓഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴത്തോട്ട് വന്ന് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വീഡിയോ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. അതിനുശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് ഒരു 10.7 സെക്കൻഡ് വരെ സ്ക്രോൾ ചെയ്ത് വെക്കുക. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10.7 സെക്കൻഡ് വരെയാണ് ഈ ഓഡിയോയിൽ ഡയലോഗ് മാത്രമുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായി ബാക്ക് വരിക. റൈറ്റ് സൈഡിൽ പ്ലേ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ? സാറ് ആരെ കുറിച്ചാണ്? മമ്മൂട്ടിയെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. അടുത്തത് ഇതിലേക്ക് കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി താഴത്തോട്ട് വരിക. എഡിറ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോട്ടോ ഡ്യൂറേഷൻ അത് 2 സെക്കൻഡ് ആക്കി വെക്കുക. എന്നിട്ട് ബാക്ക് വരിക. ഓക്കെ, ഇനി അടുത്തതായി ഇമേജസ് ആഡ് ചെയ്യണം. അതിനായി മീഡിയ ക്ലിക്ക് ചെയ്യുക. ഫോൾഡറിൽ പോയി ഇമേജസ് ഓരോന്നായി ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്ക് വരിക. ഞാനിവിടെ ഇമേജസ് ഓരോന്നായി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കിതൊന്ന് സൂം ചെയ്യാം. ഇതിനായി 2 ഫിംഗർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സൂം ആവും. ഓക്കെ, ഇനി അടുത്തതായി ഓരോ ഇമേജും സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ പോയി സൂം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എല്ലാ ഇമേജും ഒന്ന് കറക്റ്റായി ഫിറ്റ് ചെയ്ത് സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ഇമേജ്. ഓക്കെ, അതുപോലെ അടുത്ത ഇമേജ്.
അപ്പോൾ എല്ലാ ഫോട്ടോസും ഞാൻ കറക്റ്റായി സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഇമേജിന് ഒരു ആനിമേഷൻ കൊടുക്കണം. അതിനായി ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇൻ ആനിമേഷനാണ്. അത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ചാൽ മുകളിലുള്ള ഈ സ്റ്റോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ തന്നെ ഇൻ ആനിമേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നാണ് കാണിക്കുക. അത് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം ഇൻ ആനിമേഷൻ ഓപ്ഷനിൽ പോയി നമുക്ക് വേണ്ടത് 31 ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. ഓക്കെ, എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച് അല്ല. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി അടുത്തതായി ബാക്കിയുള്ള ഇമേജസിന് നമ്മൾ വേറൊരു എഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ലൈറ്റ് ബ്ലർ എന്ന ഈ എഫക്റ്റാണ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയതിന് ശേഷം 3D എന്ന ഓപ്ഷൻ കാണും. അതിന് നേരെ താഴെ ആക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ലൈറ്റ് ബ്ലർ എന്ന് കാണും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. ഓക്കെ, അതിനുശേഷം ലൈറ്റ് ബ്ലർ ക്ലിക്ക് ചെയ്യുക. ഇതിലുള്ള വൺ എന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ഡ്യൂറേഷൻ 0.5 വരെ വെക്കാം. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ അടുത്ത പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈറ്റ് ബ്ലർ എടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡ്യൂറേഷൻ 0.5 ആക്കി കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ എല്ലാ പ്ലസ് ഐക്കണിലും നിങ്ങൾ 0.5 ഡ്യൂറേഷൻ വെച്ച് ഓരോ എഫക്റ്റുകളായി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോട്ടോസിനും ഞാൻ എഫക്റ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ബ്ലിങ്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്ത് അതിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സ്ക്രോൾ ചെയ്ത് ഈ ആദ്യത്തെ ഫോട്ടോയുടെ എൻഡ് വരെ വെക്കുക. ഓക്കെ, അതിനുശേഷം ആ ഇമേജ് സെലക്ട് ചെയ്ത് അതൊന്ന് സൂം ചെയ്ത് കറക്റ്റ് ഫിറ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഓവറോൾ ആനിമേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫ്ലിക്കർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച് അല്ല. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ഷാഡോ ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്യുക. ഫോൾഡറിൽ പോവുക. ഷാഡോ ഇമേജ് ആഡ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്ത്
സ്ക്രോൾ ചെയ്ത് അവസാനം വരെ വെക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്കൊരു ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡറിൽ പോയി ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അതൊന്ന് കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് വന്ന് സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാണ് പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്നൊരു PNG ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡറിൽ പോയി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതൊന്ന് കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് താഴേക്കായി വെക്കുക. ഓക്കെ, അതിനുശേഷം ഇന്ന് സ്ക്രോൾ ചെയ്ത് അവസാനം വരെ വെക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ബോർഡർ ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡറിൽ പോവുക, ബോർഡർ ഇമേജ് ആഡ് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് അവസാനം വരെ വെക്കുക. ഓക്കെ, ഇനി അടുത്തതായി റൈറ്റ് സൈഡിൽ ഫിൽ സ്ക്രീൻ ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. ഓക്കെ, ഇനി ടിക്ക് മാർക്ക് കൊടുത്ത് ബാക്ക് വരിക. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാണ് പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, ഓക്കെ, ഇനി അടുത്തതായി മുകളിലുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1080p സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.